കനത്ത ചൂടിനെ നേരിടാൻ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശം. ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ പകൽ സമയങ്ങളിൽ വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. സ്വാന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, അസഹനീയമായിട്ടുള്ള ചൂടാണ്. ഇതിനെ നേരിടാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് നേരിടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കണമെന്ന് പറയുന്നു. എന്തൊക്കെയാണത്? ശ്രുതി, സംസ്ഥാനത്ത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ തന്നെയും വലിയ ചൂടാണ് ഇതിനോടകം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി വെയിലേൽക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ചില അസുഖങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രായമായ ആളുകളൊക്കെ തന്നെയും ഈ നേരിട്ട് വെയിലേൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ പരമാവധി നമ്മുടെ വീടിന്റെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിരുന്നാൽ കൂടുതൽ കാറ്റകത്തേക്ക് കയറും. അത് വലിയ ചൂട് അനുഭവപ്പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ വെളിയിൽ നിർത്തിയിട്ടിട്ട് പോകുകയാണെങ്കിൽ അതിനുള്ളിൽ കുഞ്ഞുങ്ങളെയും പ്രായമായ ആളുകളെയും ഇരുത്തി പോകരുത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സമാനമായ രീതിയിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും, പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിലും തെരുവിൽ അലിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെയും കൃത്യമായി വെള്ളം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് കൃത്യമായി അവർക്ക് കൂടി വെള്ളം നൽകേണ്ടതുണ്ട് എന്നുകൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ ചൂട് തുടരുകയാണ്. കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, അതൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. വിവരങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്.